Hello guys, welcome to our channel EB Fun World. അസ്സലാമലൈക്കും. ഞങ്ങളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഇക്കയും ഉമ്മയും കുട്ടികളും ചേർന്നിട്ട് ചെറിയൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഗൂഗിൾ മാപ്പ് കഴിഞ്ഞ ട്രാവൽ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് കൊച്ചിയിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മൂന്നാറിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഇത്തവണ ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മെയിനായിട്ട് വലിയ പ്ലാനിങ്ങുകളൊന്നുമില്ല. റിസോർട്ട് എടുക്കുക, കുറച്ച് സമയം കുടുംബത്തോടൊപ്പം റിലാക്സ് ചെയ്ത് സന്തോഷമായ നിമിഷങ്ങൾ ചിലവഴിക്കാനാണ് മെയിനായിട്ട് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ യാത്രയിൽ മുഴുവനും കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവരുടെ സന്തോഷവും കളികളും ഈ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിസോർട്ടിലെ വിശേഷങ്ങളും ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങളും എല്ലാം ഈ വ്ളോഗിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ പ്രശസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ കല്ലും വലിയൊരു പാറയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒട്ടും വെള്ളമില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല തണുത്ത കാറ്റും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് ഇതിൻ്റെ ഭംഗി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ ഒരു തവണ മഴക്കാലത്ത് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് കച്ചവടമൊക്കെ ഭയങ്കര ഡള്ളാണെന്നുള്ളത്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ഫ്രൂട്ട്സും മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളിന്ന് താമസത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആംബർ ഡേ ലക്ഷറി ഹോട്ടൽ ആൻഡ് സ്പാ റിസോർട്ടിലാണ്. നമ്മളങ്ങനെ മെയിൻ റോഡിൽ നിന്ന് റിസോർട്ടിലേക്കുള്ള ഒരു കുഞ്ഞു റോഡാണ്. റിസോർട്ടിലേക്കാണ് ഈ റോഡ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. ആ പോകുന്ന വഴിയിൽ തന്നെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും തേയിലത്തോട്ടങ്ങളും തണുത്ത കാറ്റും ആ ഒരു യാത്രയെ ഭയങ്കര മനോഹരമാക്കി. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷവും ചുറ്റുപാടും പ്രകൃതി ഭംഗിയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. മലകളും മൂടൽമഞ്ഞും നിറഞ്ഞ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനും ശാന്തമാകുന്ന പോലെ തോന്നിയിട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷം. ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ് കേട്ടോ. കൂടാതെ സ്പാ ഇവിടെ അവൈലബിൾ ആണ്. ഇത് മൂന്നാറിലെ പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്താണ് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുമാത്രമല്ല ഇടയ്ക്കൊക്കെ മൂടൽമഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ചുറ്റിലും മലനിരകളും തേയിലത്തോട്ടങ്ങളുമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയൊരു റിസോർട്ടാണിത്. നമ്മൾ നേരെ അവർ ലോബിയിലാണ് ഇരുത്തിയിട്ടുള്ളത്. വിശാലമായ ലോബിയാണ് കേട്ടോ. ഒരു തല തൊട്ടൊരു തല വരെ നീർന്ന് കിടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാഫാണ് കേട്ടോ നമ്മളെ ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ഇവരുടെ സർവീസ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, കോപ്പറേറ്റീവ് ആയിരുന്നു. എന്ത് സഹായം നമ്മൾ എപ്പോൾ ചോദിച്ചാലും സന്തോഷത്തോടെ ചെയ്തു തരുന്ന രീതിയാണ് നമ്മളവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ കയറിയ സമയത്ത് തന്നെ നല്ല റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു മസാല ടീ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗെയിമുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ അന്ന് നടക്കുന്ന പ്രോഗ്രാംസ് വിശദീകരിച്ച് തരികയാണ്. ഓരോ ടൈമിൽ ഓരോ പ്രോഗ്രാം ഉണ്ടാവും, അത് നമുക്ക് പറഞ്ഞു തരാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാഫിൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. നമ്മുടെ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണേ.
അങ്ങനെ റിസോർട്ടിലെ ചെക്കിൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഞങ്ങളെ റൂമിലേക്ക് പോയി. ഇതാണ് കേട്ടോ നമ്മളെ റൂം വരുന്നത്. നമ്മളെടുത്ത റൂമിന് സെൻട്രൽ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. 2 റൂമിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ത്രൂ ആണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒട്ടും വ്യൂ ഇല്ലാത്തൊരു റൂമായിരുന്നു. സെയിം റൂം തന്നെ ഒട്ടും വ്യൂ ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഇവിടെ എത്തി നമ്മളടുത്ത് അവരാണ് പറഞ്ഞത് ഒട്ടും വ്യൂ ഉണ്ടാവില്ല, നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്കവർ റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മലനിരകളും പച്ച നിറഞ്ഞ പ്രകൃതിയും തണുത്ത കാറ്റും പിന്നെ നഗരത്തിൻ്റെ തിരക്കുകളൊക്കെ മാറിയിട്ട് പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവർ നമുക്ക് റൂമിൻ്റെ ഓരോ മുക്കും മൂലയും കാണിച്ചു തരുന്നുണ്ട്, ഓരോ സംഭവങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ 2 റൂമിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വ്യൂ തന്നെയാണ് കേട്ടോ. ബാൽക്കണിക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മലനിരകളാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു കപ്പ് ചായയും അല്ലെങ്കിൽ കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇരുന്നിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പിന്നെ റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല വിശാലമായ വൃത്തിയുള്ള പ്രീമിയം ഫീൽ തോന്നിക്കുന്നൊരു റൂമായിരുന്നു. ഇൻറ്റീരിയർ ആയാലും ലൈറ്റിംഗ് ആയാലും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. പിന്നെ വലിയ കിടക്കയാണ്, മനോഹരമായിട്ട് ആ ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ ഓരോ കോർണറും വളരെ നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയും എന്തുകൊണ്ടും കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റിയൊരു ശാന്തവും സുഖകരവുമായിട്ടുള്ളൊരു സ്പേസും അന്തരീക്ഷവുമാണ് അവിടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണി സ്പേസ്, രാവിലെ ഉണർന്നിട്ട് ആ ജനലൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിലൂടെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ്. റൂമിനെ കുറിച്ചും ബാൽക്കണിയെ കുറിച്ചൊക്കെ നമ്മൾ വാ തോരാതെ സംസാരിക്കും, അത്രയും ഭംഗിയാണ് അവിടെ. കണ്ടോ, ഇപ്പോൾ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കോട ഇറങ്ങുന്നത്. ഞങ്ങൾ ചെന്ന അന്ന് കോട കുറവാണ്, എന്നാലും അത്യാവശ്യം നല്ല കോട ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ കുറച്ച് എടുത്ത ശേഷം നമ്മൾ അവിടെ നിന്ന് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോയത് അവിടുത്തെ പ്രീമിയം ഹൈ ലെവലിലുള്ളൊരു റൂമാണ്. അതായത് ജാക്കൂസിയും കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ വരുന്ന സെറ്റപ്പിലുള്ള ഒരു റൂമാണ് കാണാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെയും വേറെ 1-2 റൂമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോലത്തെ റൂമുകൾ തന്നെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ പോയതാണ്. അത് അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ് ഈ മല, ബാക്കിൽ ആ ഒരു താഴ്വരയാണ് കാണുന്നത്. അതുപോലെ തന്നെ ചായ കുടിക്കുന്ന ആ ഒരു ഏരിയ ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പഴയ ഒരു പണ്ടത്തെ ഒരു തട്ടുകട സ്റ്റൈലിൽ എല്ലാ എലമെൻസും അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ആ ഒരു പഴമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പാട്ടായാലും ആ പോസ്റ്ററൊക്കെ കണ്ടോ, സിനിമ പോസ്റ്ററൊക്കെ. പിന്നെ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നമുക്കിന്ന് ഉള്ളിവടയും അടയുമാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ചായക്ക്. അത് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്രയും കഴിക്കാം. ചായയും കോഫി ആയാലും ബൂസ്റ്റ് ഹോർലിക്സ് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അവർ അവിടുന്ന് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. നമ്മൾ ചായയും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചായക്കടക്കാരൻ്റെ സ്റ്റൈല് വരെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് തോന്നി, നല്ലൊരു ഫീലായിരുന്നു. തണുത്ത ചെറിയൊരു കാറ്റും അതുപോലെ ചൂട് ചായയും ആ ഒരു ആംബിയൻസും ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു സൈക്ലിങ് നമുക്കവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യേണ്ട, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മക്കളും ഇക്കയും സൈക്ലിങ് ചൂസ് ചെയ്തു. കുറച്ച് സമയം സൈക്കിളൊക്കെ ചവിട്ടി. അവരവിടെ സൈക്കിൾ ഓട്ടുന്ന ഗ്യാപ്പിൽ ഞാനും ഉമ്മയും ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചതാണ്. ഇതൊരു കുന്നിൻ്റെ മണ്ടക്കാണ് കേട്ടോ റിസോർട്ട് വരുന്നത്. അപ്പം 2 സൈഡിലേക്കും ഒരു ഇറക്കമാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡോറിൽ അവർ കുറച്ച് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കി. കുറച്ച് സമയം മക്കളൊക്കെ ഒന്ന് കളിച്ചു. ഇൻഡോറിൽ ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം
ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു ഹാളാണ്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ളൊരു ഫെസിലിറ്റിയും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയറും കാര്യങ്ങളും നീളത്തിലൊരു ഹാളാണ്. കുറച്ച് സമയം അവിടെ നിന്ന ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. എന്തോരു ഭംഗിയാണ് കാണാൻ, കോടയും ആ കുഞ്ഞ് ലൈറ്റുകളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ താഴെ ലോബിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മോനിതാ ഒന്ന് ചെയ്തു നോക്കുകയാണ്. നേരത്തെ ഒക്കെ ചെയ്ത പോലെ ആളൊന്ന് ചെയ്തു നോക്കുകയാണ്. ആദ്യം റെഡി ആയില്ല, പിന്നത്തേൽ റെഡി ആക്കി കേട്ടോ. കറക്റ്റ് നമ്മൾ പറഞ്ഞെടുത്തപ്പം അതുപോലെ കൈയൊക്കെ വെച്ചിട്ട് ആള് സെറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയപ്പോൾ ആളൊരു പൊലിവ് കാണണം. അതിൻ്റെ ഒരു ഭയങ്കര പൊലിവിലായിരുന്നു. പിന്നെ ഒന്നും ശരിയായില്ല കേട്ടോ, ആ ഒറ്റൊന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂഫ് ടോപ്പിലേക്കാണ് പോയത്. ആ സമയം അവിടെ ഒരു ബോൺഫെയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കും. അത് നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അവിടെ തയ്യാറാക്കിയത് ബീറ്റ്റൂട്ടിൻ്റെ പച്ചടിയായിരുന്നു. പക്ഷെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടോ. മെയിനായിട്ട് അവിടുത്തെ മെയിൻ ഷെഫാണ് അത് തയ്യാറാക്കുന്നത്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മൾ എന്ത് ഡൗട്ടൊക്കെ ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല എന്ന് മാത്രം. ഞങ്ങൾ ഇച്ചിരി ഒന്ന് ലേറ്റായി എല്ലാം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ. ഏതായാലും രസമായി. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തു കേട്ടോ. എല്ലാ സംഭവങ്ങളും കവർ ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് രാത്രി. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ മൂന്നാർ ടൗണിലൊക്കെ ഒന്ന് പോയി ഒന്ന് രണ്ട് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലത്തെ വ്യൂ ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കണം എന്നുള്ള ഒരു സംഭവം. നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് വിട്ടുപോയി വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത്. പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് വീഡിയോ ഓൺ ആക്കിയത്. ഒരുവിധം എല്ലാ ഫുഡും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ചിക്കൻ കറിയും ഇതിന് കൂടെ പാൻ കേക്ക്, ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടായിരുന്നു. നല്ല കോമ്പിനേഷനാണ്, ഭയങ്കര രസമാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഷെഫിൻ്റെ അടുത്ത്. പക്ഷെ അവരെ തിരക്കുകൊണ്ട് നമുക്കത് പറഞ്ഞു തരാൻ വിട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ചിക്കൻ കറിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സോസേജ് ഉണ്ട്, മുട്ട ഉണ്ട്, ദോശ ഉണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അത് ലൈവായിട്ട് അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. പൂരിയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു കയ്യിൽ പ്ലേറ്റും ഒരു കയ്യിൽ ഫോണും വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നല്ലൊരു കോഫിയും പറഞ്ഞു ടേബിളിൽ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വാഷ് ചെയ്യുന്നൊരു ഏരിയ ആണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ലേഡീസിനൊന്ന് ജെൻസിനൊന്ന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ചെക്ക് ഔട്ടിൻ്റെ സമയപ്പം അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവരതാ നമ്മളെ ലോബിയിൽ ഇരുത്തിയിട്ടുണ്ട്. പോവാൻ നേരത്ത് നമുക്ക് ഒരു മസാല ടീ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ റിസോർട്ടിൽ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എങ്ങനെയുണ്ട് റിസോർട്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ നോക്കി പറയും. സൂപ്പർ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചിലവഴിച്ച ഓരോ നിമിഷവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കേട്ടോ. ആ മനോഹരമായ വ്യൂവും ശാന്തമായ അന്തരീക്ഷവും നല്ല നല്ല ഓർമ്മകളും സമ്മാനിച്ചൊരു സ്ഥലമാണ്. ഒരു ദിവസം കൂടെ നമുക്ക് നിന്നാലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നാട്ടിലെത്തേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അന്ന് അവിടുന്ന് പോകുന്നു. അടുത്ത പ്രാവശ്യം ഇപ്പം വരുമ്പോൾ വരാം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. മക്കളൊക്കെ വണ്ടിയിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മയങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വഴിയിൽ വെച്ച് ഓരോന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടാണ് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നത്. പിന്നെ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി കേട്ടോ. നാട്ടിലെത്തിയോളം നന്നായിട്ട് ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും ഫുഡ് ആവശ്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഐസ്ക്രീമായിട്ട്, ജ്യൂസായിട്ട്, ചായ ആയിട്ടൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ പോവാം. മെല്ലെ ഇങ്ങനെ നാട്ടിലേക്ക് വിട്ടു. അവിടുന്ന് പിന്നെ
നൈറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കോട്ടക്കൽ സൈനിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവിടുന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പൊറോട്ട ഉണ്ട്, അൽഫാമുണ്ട്, ബ്രോസ്റ്റ് ഉണ്ട്, മന്തി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഫുഡ് കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ മൂന്നാർ യാത്ര. അങ്ങനെ നമ്മളെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. ചാനലിൽ പുതുതായി വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കുടുംബത്തിൻ്റെ ഭാഗമാകും. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. ബൈ ബൈ.